നീറ്റ് പരീക്ഷയുടെ പേരും പറഞ്ഞ് തെരുവിലിറങ്ങി കുറച്ചു ചാടിയ രാഹുൽ ഗാന്ധിക്കും ഇവിടുത്തെ സഖാക്കൾക്കും പിന്നെ പാറ്റക്കൂട്ടങ്ങൾക്കുമൊക്കെ ഇപ്പോൾ മൗനവ്രതമാണ്. കാരണം ഇപ്പോൾ രാജ്യമല്ല, ജാർഖണ്ഡ് ആണല്ലോ കത്തുന്നത്. രാജ്യം കത്തുമ്പോഴേ ഇവർക്ക് ഇവരുടെ മൗനവ്രതം പിടിയുകയുള്ളൂ. ജാർഖണ്ഡ് കത്തുമ്പോഴോ അല്ലെങ്കിൽ കേരളം കത്തുമ്പോഴോ ഒക്കെ ഇവർക്ക് ഇവരുടെ സംസാരശേഷി നഷ്ടപ്പെടും. എന്നാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കത്തുമ്പോൾ ഇവർക്ക് സംസാരശേഷി തിരിച്ചു വരും. ഒരു പ്രത്യേകതരം അസുഖമാണിത്. കുറച്ചു നാളായി ഈ മരുന്നില്ലാത്ത അസുഖം തുടങ്ങിയിട്ട്. കോൺഗ്രസ് JMM സഖ്യം ഭരിക്കുന്ന സംസ്ഥാനത്ത് സർക്കാർ ജോലി വിറ്റ് കാശാക്കിയപ്പോൾ ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഭാവിയാണ് ഇരുളിലായത്. കഴിഞ്ഞ 12 ദിവസമായി ജാർഖണ്ഡിന്റെ തലസ്ഥാനമായ റാഞ്ചിയിലെ ജയ്പാൽ സിംഗ് മുണ്ട സ്റ്റേഡിയത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് രാപ്പകൽ ഭേദമില്ലാതെ സമരം ചെയ്യുന്നത്. PSC സ്റ്റാഫ് സെലക്ഷൻ അടക്കമുള്ള നിയമന പരീക്ഷകളിൽ നടന്ന വൻ അഴിമതിക്കും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുമെതിരെ CBI അന്വേഷണം വേണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. വെള്ളം പോലും കുടിക്കാതെ നിരാഹാരം കിടന്ന വിദ്യാർത്ഥി നേതാവിനെ ഒടുവിൽ പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകൻ സോനം വാങ്ചുക് നേരിട്ടിടപെട്ടാണ് പിന്തിരിപ്പിച്ചത്. ഇതുവരെ 14 പേർ അറസ്റ്റിലായിട്ടും മുൻ JPSC ചെയർമാനെ CID ചോദ്യം ചെയ്തിട്ടും അഴിമതി സർക്കാരിന് യാതൊരു കുലുക്കവുമില്ല. ഉത്തരം മുട്ടിയപ്പോൾ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ പറഞ്ഞ ന്യായം ഇതൊരു ദേശീയ പ്രശ്നമാണെന്നാണ്. സ്വന്തം കഴിവുകേടും അഴിമതിയും കേന്ദ്രത്തിന്റെ തലയിൽ വെച്ച് കെട്ടാനാണ് സോറന്റെ ശ്രമം. എന്നാൽ ഈ കള്ളക്കളി പൊളിച്ച് BJPയും വിദ്യാർത്ഥികൾക്കൊപ്പം തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ജാർഖണ്ഡ് പ്രതിപക്ഷ നേതാവ് ബാബുലാൽ മറാണ്ടി സമരപന്തലിലെത്തി വിദ്യാർത്ഥികൾക്ക് BJPയുടെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിയമസഭയിലും തെരുവിലും BJP ഈ പോരാട്ടം ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി. ഇതിനിടയിലാണ് ഇവിടുത്തെ പാർട്ടികളുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും ഇരട്ടത്താപ്പ് പൊളിച്ച് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ രംഗത്ത് വന്നത്. കോൺഗ്രസ് JMM സഖ്യ സർക്കാരിന് അല്പമെങ്കിലും നാണമുണ്ടായിരുന്നെങ്കിൽ ഈ യുവാക്കൾക്ക് തെരുവിലിറങ്ങേണ്ടി വരില്ലായിരുന്നു എന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഓർക്കണം, നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയെ തുടർന്ന് NTA തന്നെ പരീക്ഷയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും CBI അന്വേഷണം ആവശ്യപ്പെടുകയും പ്രതികളെ എല്ലാം അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് റീനീറ്റ് നടത്തുകയും 1 മാസത്തിനുള്ളിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. എന്നിട്ടാണ് ഈ പാറ്റ കൂട്ടങ്ങൾ ജന്തർ മന്ദറിൽ ഈ കണ്ട പ്രക്ഷോഭങ്ങളെല്ലാം അഴിച്ചുവിട്ടത്. എന്നാൽ ഇവിടെയോ പരീക്ഷയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് പോലും ജാർഖണ്ഡ് സർക്കാർ സമ്മതിച്ചിട്ടില്ല. ഇതുവരെ ഒരു അന്വേഷണം പോലും നടന്നിട്ടില്ല. ഇതുവരെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും നടന്നാൽ ഉടൻ ചാടി വീഴുന്ന കോക്രോച്ച് പാർട്ടികൾക്കും ലെഫ്റ്റ് ഇക്കോസിസ്റ്റത്തിനും ജാർഖണ്ഡിലെ ഈ വഞ്ചന കാണുമ്പോൾ ഇപ്പോൾ കണ്ണ് കാണുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് മിണ്ടാട്ടം വരുന്നില്ല. സ്വന്തം സംസ്ഥാനത്തെ യുവാക്കളുടെ ഭാവി വെച്ച് വിലപേശിയവർക്ക് ഇനി അധികകാലം പിടിച്ചു നിൽക്കാനാകില്ല. വിദേശ ഫണ്ടിന്റെ പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന ഇക്കോസിസ്റ്റത്തിന്റെ കപടമുഖം ഒരിക്കൽ കൂടി പിച്ച് ചീന്തപ്പെട്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ കണ്ണീരിന് ഹേമന്ത് സോറനും കോൺഗ്രസും വലിയ വില നൽകേണ്ടി വരും. അഴിമതിക്കും ഇരട്ടത്താപ്പിനുമെതിരെ ജാർഖണ്ഡിലെ തെരുവുകളിൽ ഇപ്പോൾ ഉയരുന്ന ഈ രോഷം വരാനിരിക്കുന്ന വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ തുടക്കം മാത്രമാണ്. ന്യൂസ് ഡെസ്ക്.